ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ മുഷിഞ്ഞ സോഫ്റ്റ് ടോയ്സ് ഉണ്ടാവാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പുതിയതാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇതുപോലെയുള്ള ടോയ്സിൽ നിന്ന് അതിനകത്തുള്ള പഞ്ഞികൾ എല്ലാം എടുത്തു മാറ്റി. ഇതാകെ മുഷിഞ്ഞിരിക്കുകയായിരുന്നു. മോളാണെങ്കിൽ ഇതിനകത്ത് പെയിൻറ്റൊക്കെ കൊടുത്ത് ആകെ വൃത്തികേടാക്കിയ സോഫ്റ്റ് ടോയ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അതിനകത്തുള്ള പഞ്ഞിയൊക്കെ എടുത്ത് മാറ്റി ഇതിനെ നല്ല രീതിയിൽ അങ്ങ് വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് അങ്ങ് പുറത്ത് വെയിലത്തിട്ടു, ഡ്രയറിലിട്ടു. ആ സമയത്ത് നല്ല പുതിയ ടോയുടെ എങ്ങനെയാണോ ബോഡി ഇരിക്കുന്നത് അതുപോലെ അങ്ങ് കിട്ടി കേട്ടോ. ശരിക്കും അതിശയം തന്നെയായിരുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ സോഫ്റ്റ് ടോയ്സ് ഡയറക്റ്റ് വാഷിംഗ് മെഷീനിലിടും, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഈ ടോയൊക്കെ അങ്ങ് ചതഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ കവറ് മാത്രം ഊരിയിട്ട് അതങ്ങ് വാഷ് ചെയ്യുക. പിന്നെ അവസാനം അത് ഉണങ്ങിയതിന് ശേഷം ഈ പഞ്ഞികളൊക്കെ ഇതേപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൂചി വെച്ചിട്ട് തുന്നിക്കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ ടോയ്സ് അല്ലെങ്കിൽ മുഷിഞ്ഞ ടോയ്സ് ഒന്നും കളയേണ്ടി വരില്ല. ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ അങ്ങ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡോളിൻ്റെ കൈ, കാല് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ആദ്യം ഫില്ല് ചെയ്യുക. ഞാൻ ആദ്യം ഡയറക്റ്റ് അങ്ങ് ഫില്ല് ചെയ്തു പോയി. പക്ഷെ പിന്നീടാണ് ചിന്തിച്ചത് കാലും കൈയൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം ബോഡി ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാനും പറ്റും. എല്ലാവർക്കും നമുക്ക് ജസ്റ്റ് സൂചിയും നൂലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാം. അതേപോലെ തന്നെ ഇതുപോലെയുള്ള സോഫ്റ്റ് ടോയ്സിൻ്റെ കട്ട് പീസസ് കിട്ടും. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ് ടോയ്സ് വീട്ടിലുണ്ടാക്കി സെയിൽ കൂടി ചെയ്യാൻ പറ്റും. ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈനയിലൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലും ചില ആൾക്കാർ ഇതുപോലെ സോഫ്റ്റ് ടോയ്സ് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 5000, 2000 അല്ലെങ്കിൽ 1000 ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ടോയ്സ് നമുക്ക് വീട്ടിൽ തന്നെ വെറും 200-300 രൂപ മുതൽ മുടക്കിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോയ്സ് ശരിക്കും നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഞാൻ 2 എണ്ണമാണ് ഇതുപോലെ വാഷ് ചെയ്തത്. ഒന്ന് ഈ ചക്കാണ്, പിന്നെ മറ്റേത് പിക്കാച്ചു ആണ്. അപ്പോൾ പിക്കാച്ചു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടി ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് സൂചി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുന്നിയെടുക്കണം. ശരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നല്ല വലിയ സൈസ് കൂടിയാണ്. ഇനി അടുത്തത് ഇതാണ് പിക്കാച്ചു. ഇതാണെങ്കിൽ നല്ല മോള് റെഡ് കളറിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ശരിക്കും ആ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയി കേട്ടോ. ഇത് വാഷ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന്. അപ്പോൾ പിക്കാച്ചു കൂടി ഞാൻ ഫില്ല് ചെയ്യുന്നത് കാണിക്കാം. ഇതിൻ്റെ പഞ്ഞി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ റേറ്റും കുറച്ച് ഹൈ ആണ് മറ്റേതിനേക്കാളും. ഇത് ശരിക്കും മോളുടെ ബർത്ത്ഡേക്ക് മോൻ ഗിഫ്റ്റ് കൊടുത്തതാണ് ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കളയാൻ മനസ്സ് വന്നില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമാണിത്, മോൾക്കും ഇഷ്ടമാണ്. ഈ 2 ടോയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോയ്. അപ്പോൾ ഇക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ വൃത്തികേടായതുകൊണ്ട് ഇക്ക കച്ചറയിൽ കളയാൻ വേണ്ടി പോയതാണ്. പക്ഷെ പിന്നീട് ഞാനിത് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഇക്കാനെ കാണിച്ചപ്പോൾ മൂപ്പര് തന്നെ ശരിക്കും ഞെട്ടി. ആ മുമ്പത്തെ ടോയ് ആണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് വിശ്വസിച്ചില്ല. കാരണം
അത്രയും വ്യത്യാസമായിരുന്നു. ശരിക്കും ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുക്കാമായിരുന്നു എനിക്ക്. എനിക്ക് പിന്നെ അത് ഓർമ്മയില്ലായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീടാണ് ഞാൻ ഓർത്തത് ഇത് നിങ്ങളൊന്ന് കാണിക്കാം. കാരണം കുറേ പേരുടെ വീട്ടിൽ ഇതുപോലെയുള്ള ടോയ്സ് എല്ലാവരും കച്ചറയിൽ കളയുന്നുണ്ട്. മുഷിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോയി കളയും. അപ്പോൾ അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ സോഫ്റ്റ് ടോയ്സ് ഉണ്ടാവാം. അതല്ലെങ്കിൽ കട്ട് പീസസ് ഉള്ള സോഫ്റ്റ് ടോയ്സിൻ്റെ കട്ട് പീസസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ശരിക്കും ഒരു ടൈം പാസ്റ്റ് കൂടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുകൂടി ഫില്ല് ചെയ്തിട്ട് ഒന്ന് തുന്നിയെടുക്കാം. ഓക്കെ. ആദ്യം വലിയ ടോയ് എങ്ങനെയാണ് സൂചി വെച്ച് നമ്മൾ തുന്നിയെടുക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ ഈ ടോയുടെ നിങ്ങൾ ഈ പഞ്ഞി പുറത്തെടുക്കുമ്പോൾ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് പഞ്ഞികൾ പുറത്തെടുക്കുക. ഞാനാണെങ്കിൽ കുറച്ച് വലിയ ഹോൾ ഉണ്ടാക്കി, കാരണം ഇത് വലിയ ടോയ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ അങ്ങ് കൈവച്ച് തുന്നിയെടുക്കുക കേട്ടോ.
ഓൾമോസ്റ്റ് നമ്മൾ തുന്നിയെടുത്ത് കഴിഞ്ഞു. ഇനി ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ, അതുകൂടി അങ്ങ് കൈവച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റേ പിക്കാച്ചു കൂടി എങ്ങനെയാണ് കൈകൊണ്ട് തുന്നുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. രണ്ട് ടോയും പുതിയ ടോയ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ശരിക്കും ഇതിൻ്റെ മുഖമൊന്നും മുമ്പ് കാണുന്നില്ലായിരുന്നു, ആ രീതിയിൽ വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കച്ചറയിൽ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് മക്കൾക്ക് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.